നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമരവിജയം ഏറെ ആശ്വാസം നൽകുന്നു. KCN ന്യൂസിനോട് മനസ്സ് തുറന്ന് നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ കേരളത്തിലെ രക്തസാക്ഷി ഐജ ആർ മഹേഷിന്റെ അമ്മ രാധിക. ഓപ്പറേഷൻ തൂഫാനിലൂടെ 7000 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി മാഫിയയുടെ വേരറുക്കുന്നതുവരെ ഓപ്പറേഷൻ തൂഫാൻ തുടരുമെന്നും മന്ത്രി. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ജാഗരൺ പരിപാടി നായന്മാർ മൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. സമഗ്ര അന്വേഷണം വേണം. EVM ഹാക്കിംഗ് തട്ടിപ്പാരോപണത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ട് പരാതി നൽകി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ വിദ്യാർത്ഥി സമരത്തിൽ നുഴഞ്ഞുകയറിയ രാജ്യവിരുദ്ധ ശക്തികൾ നിരാശരായെന്ന് BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ. രാജ്യമെമ്പാടും കലാപം അഴിച്ചുവിടാനുള്ള ശ്രമം പരാജയപ്പെട്ടെന്നും സജീവൻ. പൈവളികെ CDSന് മൈക്രോ ക്രെഡിറ്റ് വായ്പാ വിതരണം നടത്തി. പൈവളികെ ലാൽബാഗ് കുലാൽ മന്ദിരത്തിലായിരുന്നു പരിപാടി. PF പെൻഷൻ കലോചിതമായി പരിഷ്കരിക്കണം. PF പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ചെർക്കള സദ്ഭാവന ഹാളിൽ നടന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ കേരളത്തിലെ രക്തസാക്ഷി ഐജ ആർ മഹേഷിന്റെ അമ്മ രാധിക KCN ന്യൂസിനോട് മനസ്സ് തുറക്കുന്നു. സമരവിജയം ഏറെ ആശ്വാസം നൽകുന്നതായി ഐജയുടെ അമ്മ രാധിക പറഞ്ഞു. ഇനിയാർക്കും ഈ അവസ്ഥ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയാണുള്ളതെന്നും രാധിക. മകൾക്കും ജീവിതം നഷ്ടമായ എല്ലാവർക്കും നീതി കിട്ടണമെന്നാണ് ആഗ്രഹമെന്നും ഐജയുടെ അമ്മ രാധിക കൂട്ടിച്ചേർത്തു. KCN ന്യൂസ് എക്സ്ക്ലൂസീവ്. തൻ്റെ മകൾ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പള്ളിക്കര കീക്കാനം കാരക്കുന്ന് കാദംബരി ഹൗസിലെ രാധികയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. കേന്ദ്ര സർക്കാർ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ തൻ്റെ മകൾക്ക് ഈ ഗതി വരില്ലായിരുന്നുവെന്ന് രാധിക വേദനയോടെ പറഞ്ഞു. കഴിഞ്ഞ വർഷം ജൂണിലാണ് നീറ്റ് പരീക്ഷാ പരിശീലനത്തിന് ഐജ അഡ്മിഷൻ എടുത്തത്. ഈ വർഷം മെയ് 12 നീറ്റ് പരീക്ഷ എഴുതി. പരീക്ഷയ്ക്ക് ശേഷം ഏറെ ആത്മവിശ്വാസത്തിലായിരുന്നു മകൾ. എന്നാൽ ആ നീറ്റ് പരീക്ഷ റദ്ദാക്കിയത് ഐജയെ മാനസിക സമ്മർദ്ദത്തിലാക്കി. ഇതിനിടെ റദ്ദാക്കിയ നീറ്റ് പരീക്ഷ ജൂൺ 21 വീണ്ടും നടത്തുമെന്ന് അറിയിപ്പ് വന്നു. റദ്ദാക്കിയ ശേഷം നടക്കുന്ന നീറ്റ് പരീക്ഷയ്ക്കായി 1 മാസത്തെ കൂടി കോഴ്സുണ്ടെന്ന് പരീക്ഷാ പരിശീലന സ്ഥാപനത്തിൽ നിന്നും അറിയിച്ചതോടെ മെയ് 27 അമ്മ രാധികയോടൊപ്പം ഐജ വീണ്ടും പഠനത്തിനെത്തി. 29 ക്ലാസ് ആരംഭിച്ചു. ക്ലാസ് തുടങ്ങി ആദ്യ ദിവസം ഐജ അമ്മയെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായി വ്യക്തമാക്കിയിരുന്നില്ല. മാതൃകാ പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിച്ച സന്തോഷം അമ്മയോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടുള്ള 2 ദിവസവും തനിക്ക് പഠിക്കുവാൻ കഴിയുന്നില്ലെന്ന സങ്കടം ഐജ അമ്മയെ വിളിച്ച് പറഞ്ഞു. സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഐജ കൂടുതൽ മാനസിക പിരിമുറുക്കത്തിലായിരുന്നു. പരീക്ഷയ്ക്കായി വീണ്ടും പഠനം ആരംഭിച്ചതിൻ്റെ 3-ാം ദിവസം ജൂൺ 2 ഹോസ്റ്റലിൽ വെച്ച് ഐജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പിറ്റേ ദിവസം ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു. പരീക്ഷ മാറ്റിവെച്ചത് മകൾക്ക് വലിയ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കിയതെന്നും രാധിക പറഞ്ഞു. ഇനി എഴുതുന്ന കുട്ടികൾക്കെങ്കിലും ആ നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിപ്പോൾ അത്രേ പറയാൻ പറ്റൂ. കഴിഞ്ഞ വർഷം ആയിരുന്നു ഇവർ ക്വാറന്റൈനിൽ അധ്യാപകരെ വെച്ച് ചെയ്യേണ്ടിയിരുന്നത്. അത് അവർ ചെയ്തില്ല. സിസ്റ്റത്തിന് പറ്റിയ മിസ്റ്റേക്കാണത്. പറ്റുമെങ്കിൽ സർക്കാർ തന്നെ നേരിട്ട് എക്സാം നടത്തുന്ന മാതിരി സ്വകാര്യത കൊടുക്കാതെ അങ്ങനെ ചെയ്യണമെന്ന അഭിപ്രായമുള്ളത്. റദ്ദാക്കിയ ദിവസം മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. അന്ന് ഫുഡൊന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഓക്കെ ആക്കി എടുത്തതാണ്. പിന്നെ കുറേ പറഞ്ഞ് കുഴപ്പമില്ല, ഇപ്രാവശ്യം കിട്ടിയിട്ടെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷം നോക്കാം നമുക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ 1 വർഷം പഠിച്ചത് ഇനി 1 മാസം കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് എന്നോട് ചോദിച്ചിട്ടുമുണ്ട്. 1 വർഷമാണ് ഇതെടുത്തിട്ട് ഞാൻ പഠിച്ചത്, പിന്നെ 1 മാസമേ ഉള്ളൂ. അപ്പോൾ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കുട്ടിക്കും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ജൂണിൽ അവൾ ബ്രില്യൻറ്റിലേക്ക് പോകുന്നത്, ഹോസ്റ്റലിൽ നിൽക്കാൻ വേണ്ടി പോകുന്നത്. അന്ന് തൊട്ട് ഓണം വെക്കേഷന് അവർ അത്രയും 3-4 ദിവസം മാത്രമേ വന്നിട്ടുള്ളൂ. ക്രിസ്മസ് സമയത്തും ഒരു 3-4 ദിവസം മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ അങ്ങോട്ട് പോയി ആ മോളെ കാണുന്നത്, കൂടുതലും അങ്ങോട്ട് പോയി കാണുക ചെയ്യല്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. മകൾ അയച്ച സന്ദേശങ്ങൾ രാധിക പോലീസിന് കൈമാറിയിട്ടുണ്ട്.
പഠനത്തിൽ മിടുക്കിയായ ഐഷ കാസർഗോഡ് പെരിയ നവോദയ വിദ്യാലയത്തിൽ നിന്നും CBSE സിലബസിൽ പഠിച്ച് 80% മാർക്ക് നേടിയാണ് +2 പാസ്സായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓപ്പറേഷൻ തൂഫാനിലൂടെ 7000 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും 8500ഓളം പേരെ പിടികൂടിയതായും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. 70 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നാണ് ഈ ഓപ്പറേഷനിലൂടെ പിടികൂടിയത്. ലഹരി മാഫിയയുടെ വേരറുക്കുന്നതുവരെ ഓപ്പറേഷൻ തൂഫാൻ തുടരുമെന്നും രമേശ് ചെന്നിത്തല കാസർഗോഡ് പറഞ്ഞു. നമ്മൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പരിപാടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഈ കഴിഞ്ഞ ഒരു 54 ദിവസമാണ് ആയത്. 84 ദിവസത്തിനുള്ളിൽ പ്രതിജ്ഞയെടുത്തു. എല്ലാവരും സജീവമായ പ്രവർത്തനത്തിലാണ്. ഏതാണ്ട് 8000ഓളം ആളുകളെ 8500ഓളം ആളുകളെ ഇതുവരെ അറസ്റ്റ് ചെയ്തു. 7000ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഏതാണ്ട് 70 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് ഞങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. അങ്ങനെ വളരെ വിജയകരമായി തന്നെ ഇത് മുന്നോട്ട് പോവുകയാണ്. എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാസർഗോഡ് ജില്ലാ പോലീസ് സംഘടിപ്പിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ജാഗരൺ പരിപാടി നായന്മാർ മൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്ന് വിപത്രി ഇരുളടഞ്ഞ തെരുവുകളിൽ കൗമാരത്തിന്റെ സ്വപ്നങ്ങളെ കാരണമെന്ന ലഹരികൾ വൻമടത്തിലൂടെ വീഴ്ചയടിക്കുന്ന പ്രതിരോധത്തിന്റെ കൂട്ടുകാറ്റാണ് തൂഫാൻ. അത് വെറുമൊരു തീരല്ല. നാളെയുടെ പ്രകാശത്തെ കാത്തുസൂക്ഷിക്കാൻ രക്തസാക്ഷികളാകുന്ന യുവജനങ്ങളെ പിടികൊടുക്കാൻ നീതിപീഠത്തിന്റെ കൈകൾ തീർത്ത് കാസർഗോഡ് ജില്ലാ പോലീസ് സംഘടിപ്പിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ജാഗരൺ ജില്ലാതല ഉദ്ഘാടനം നായന്മാർ മൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലഹരി മാഫിയയുമായി ഇനി ചർച്ചയില്ലെന്നും മാഫിയയെ ഉന്മൂലനാശം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ലഹരി സംഘങ്ങളുടെ വേരറുക്കുമെന്നും ലഹരി വിൽപ്പനക്കാരുടെ സ്വത്തുകൾ കണ്ടുകെട്ടുമെന്നും മന്ത്രി പറഞ്ഞു. മയക്കുമരുന്നിനെതിരെ കാഞ്ഞങ്ങാട് കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച പരിപാടിയിൽ കോരിച്ചൊരിയുന്ന മഴയിലും ആയിരങ്ങൾ പങ്കെടുത്തു. അന്നു തീരുമാനിച്ചതാണ് 14 ജില്ലകളിലും ലഹരി മാഫിയക്കെതിരെ ബോധവൽക്കരണം നടത്താൻ ഒരു അവസരം കിട്ടിയാൽ സംസ്ഥാനത്തെ ലഹരി മാഫിയയുടെ വേരറുക്കുമെന്ന്. ഇപ്പോൾ അതാണ് നടപ്പാക്കുന്നതെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ പോകും. പിന്നെ അവർ ക്രമേണ ലഹരി മാഫിയയുടെ അടിമകളായി മാറും. നമുക്കത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ കുട്ടികളോട് പറയണം, മാറി നിന്ന് മിഠായി പണിച്ച് കഴിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം, ലഹരിക്ക് അടിമകളാകരുത്. അമ്മമാർ കുട്ടികളോട് സംസാരിക്കണം. മാതാവും പിതാവും കുട്ടികളെ ശ്രദ്ധിക്കണം. അവരെന്താണ് കഴിക്കുന്നതെന്നും സ്കൂളിൽ എന്ത് ചെയ്യുന്നതെന്നും അവർ മനസ്സിലാക്കണം. ഇവിടെ മൈലാട്ടിക്ക് സമീപം ഖുറൈശി എക്സ്പ്രസ് എന്ന് ബോർഡ് വെച്ച രഹസ്യ നിർമ്മാണ യൂണിറ്റിലാണ് ഈ സ്കൂളിൽ നമ്മൾ പിടിച്ചെടുക്കുന്നത്. സ്വന്തം കുടുംബത്തിലേക്ക് ലഹരി അടുപ്പിക്കാതെ എസ്കോബാറിനെ പോലെ മറ്റുള്ളവർക്ക് ലഹരി കൊടുത്ത് ജീവിതം നശിപ്പിക്കുന്ന ഈ മരണത്തിന്റെ വ്യാപാരികളെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ ദീർഘമായ പ്രസംഗത്തിൽ മുതിരുന്നില്ല.
ഇതുവരെ പോലീസ്, കേരളത്തിലെ പോലീസിനെ ഞാൻ അഭിനന്ദിക്കുന്നു, കാസർഗോഡ് പോലീസിനെ ഞാൻ അഭിനന്ദിക്കുന്നു. സത്യസന്ധമായ നിലയിൽ ഓപ്പറേഷൻ തുഫാൻ വിജയിപ്പിക്കാൻ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. വിശ്രമരഹിതമായി അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ SP പ്രിയപ്പെട്ട ശ്രീ നിതിൻലാൽ അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ശക്തമായി പ്രവർത്തിക്കുന്നു. യുവതലമുറയെ ലഹരിയുടെ ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുക, വിദ്യാലയങ്ങളും പരിസരങ്ങളും ലഹരിമുക്തമാക്കുക, ലഹരി മാഫിയക്കെതിരെ പൊതുജന പങ്കാളിത്തത്തോടെ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തുക എന്നിവയാണ് ഓപ്പറേഷൻ തൂഫാൻ ജാഗരണൻ ക്യാമ്പയിനിലൂടെ പോലീസ് ലക്ഷ്യമിടുന്നത്. പരിപാടിയിൽ പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൈവളികയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ അനുവദിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. ഇത് സംബന്ധിച്ച് AKM അഷ്റഫ് MLAയും രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും നേരത്തെ ആവശ്യമുന്നയിച്ചതായും ചെന്നിത്തല. പൈവളികയിൽ ഒരു പോലീസ് സ്റ്റേഷൻ വേണമെന്ന് MLA AKM അഷ്റഫ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ വെച്ച് എനിക്ക് നിവേദനം നൽകിയതാണ്. MP കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് എനിക്ക് നിവേദനം നൽകിയതാണ്. നമ്മൾ പോലീസ് സ്റ്റേഷൻ അനുവദിക്കുന്നത് 2-3 മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, കേസുകളുടെ എണ്ണം, പിന്നെ ഏരിയ, ജനസംഖ്യ, ഇതെല്ലാം നോക്കി വേണം തീരുമാനിക്കാൻ. ഏതായാലും ഇതിനൊരു മുൻഗണന നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. MP MLA എല്ലാവരും ഇത് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം തീരുമാനിക്കാൻ. അതുണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കും. പൈവളികയിൽ ഒരു പോലീസ് സ്റ്റേഷൻ വേണമെന്നുള്ളതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ. EVM ഹാക്കിംഗ് തട്ടിപ്പ് ആരോപണത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ട് പരാതി നൽകി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. തെറ്റായ വാർത്തയാണ് മാധ്യമങ്ങൾക്ക് എത്തിച്ചതെങ്കിൽ അവർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു. MP കംപ്ലൈന്റ് തന്നാൽ തീർച്ചയായിട്ടും അന്വേഷിക്കും. MP പരാതി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് MP ഹോം മിനിസ്റ്റർക്ക് പരാതി കൈമാറുകയാണ്. വടകര കാഫിർ വിവാദം പോലെ ഇതിൻ്റെ സമഗ്ര വശങ്ങളും അന്വേഷിക്കണം. ഇത് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണെങ്കിൽ ആരോപണം മാധ്യമങ്ങൾ കൊടുത്തവരെ പിടിക്കണം. ഇത് ശരിയാണെങ്കിൽ ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. നമ്മൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഈ ഹാക്ക് ചെയ്യുന്നതിനെതിരായിട്ട് ശക്തമായ പ്രക്ഷോഭണം രാഹുൽ ഗാന്ധി നയിച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗൗരവമായി ഈ വിഷയം അന്വേഷിക്കണമെന്ന് ഞാൻ ഹോം മിനിസ്റ്റർക്ക് പരാതി കൊടുത്തു. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ കാസർഗോഡ് ജില്ലാ ഓഫീസിന്റെ സഹകരണത്തോടെ പൈവളികെ CDSന് മൈക്രോ ക്രെഡിറ്റ് വായ്പാ വിതരണം നടത്തി. പൈവളികെ ലാൽബാഗ് കുലാൽ മന്ദിരത്തിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ಕೇರಳ ಸ್ಟೇಟ್ ಬ್ಯಾಕ್ವರ್ಡ್ ಕ್ಲಾಸಸ್ ಡೆವಲಪ್ಮೆಂಟ್ ಕಾರ್ಪೊರೇಷನ್ನ ಸಾರಥ್ಯ ವಹಿಸಲು ಕುಟುಂಬಶ್ರೀಯವರು ಎಲ್ಲರೂ ಇದ್ದಾರೆ. ಈ ಒಂದು ಪಂಚಾಯತ್ ಮಟ್ಟದಲ್ಲಿ ಈ ಒಂದು ಹಣ ನಿಮಗೆ ಸಿಗುವಾಗ ಮುಂದೆ 1 ವರ್ಷ ದಾಟಿದಾಗ ನಮಗೆ ಇದರ ಒಂದು ಸಾಧನೆಗಳ ಸಮಾವೇಶವನ್ನು ಹಮ್ಮಿಕೊಳ್ಳುವ ರೀತಿಯಲ್ಲಿ ಈ ಒಂದು ಮರುಪಾವತಿ ಸಾಲದಿಂದ ನಿಮ್ಮ ಪ್ರತಿಯೊಂದು ಆ ಕನಸುಗಳು ಯಶಸ್ವಿಯಾಗಲಿ ಅಂತ ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ಶುಭಾಶಯಗಳನ್ನು ಕೋರುತ್ತಾ ಇದ್ದೀನಿ. ಶುಭವನ್ನು ಹಾರೈಸ್ತಾ ಇದ್ದೀನಿ. ಶಾಸಕ ನೆಲೆಯಲ್ಲಿ ಕಳೆದ 5 ವರ್ಷಗಳಲ್ಲಿ ನಾನು ನಿಮ್ಮ ಜೊತೆ ಇದ್ದಿದ್ದೆ. ಈಗ 2.5-3 ತಿಂಗಳು ಆಗ್ತಾ ಇದೆ. ನನ್ನನ್ನು ಯಾರು ಬೇಕಾದರೆ ಯಾವ ವಿಷಯದಲ್ಲಿ ಭೇಟಿಯಾದರೂ ಕೂಡ ಯಾವುದೇ അയൽക്കൂട്ടങ്ങൾക്കുള്ള വായ്പാ തുകയായ 2,75,50,000 രൂപ വിതരണം നടത്തി. KSBCDC കാസർഗോഡ് ജില്ലാ മാനേജർ മോഹനൻ NM കോർപ്പറേഷന്റെ വിവിധ വായ്പാ പദ്ധതികളെ സംബന്ധിച്ചും വായ്പാ തിരിച്ചടവ് സംബന്ധിച്ചും വിവരണം നൽകി. പൈവളികെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബദറുന്നിസ സലീം അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ സച്ചിൻ രാജ് M, പൈവളികെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാഘവേന്ദ്ര ഭട്ട്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീനിവാസ KH, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സുനീന, മെമ്പർമാരായ സക്കീർ ഹുസൈൻ, ദിനേശ്വരി, രാമകൃഷ്ണ, ഗണേഷ് പ്രസാദ്, ശശികല, അസീസ് ചേവാർ, റഹ്മത്ത്, നബീസ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. KSBCDC കാസർഗോഡ് പ്രൊജക്ട് അസിസ്റ്റന്റ് ഇർഷാദ് KK കോർപ്പറേഷന്റെ വിവിധ വായ്പാ പദ്ധതികൾ സംബന്ധിച്ച് വിവരണം നൽകി.
പൈവളികെ CDS ചെയർപേഴ്സൺ സുജാത ബി റൈ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വെങ്കടേശ്വർ ഭട്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. PF പെൻഷൻ കലോചിതമായി പരിഷ്കരിക്കണമെന്ന് PF പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ചെർക്കള സദ്ഭാവന ഹാളിൽ നടന്ന സമ്മേളനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പത്മാവതി ഉദ്ഘാടനം ചെയ്തു. പോരാട്ടത്തിൻ പാതയിലൂടെ മുന്നോട്ട് സിന്ദാബാദ് ജില്ലാ സമ്മേളനം സിന്ദാബാദ് വർഷങ്ങളായി PF വരിക്കാരായി ജോലി ചെയ്തു വിരമിച്ച PF വരിക്കാരായ പെൻഷൻകാർക്ക് ഇപ്പോൾ തുച്ഛമായ പെൻഷൻ തുകയാണ് ലഭിക്കുന്നത്. നിലവിലെ പെൻഷൻ പദ്ധതി കലോചിതമായി പരിഷ്കരിക്കണമെന്ന് PF പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ചെർക്കള സദ്ഭാവന ഹാളിൽ നടന്ന സമ്മേളനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പത്മാവതി ഉദ്ഘാടനം ചെയ്തു. സംഘടിച്ച് സമരം നടത്തിയപ്പോൾ ആ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റി. എന്തിനാണ് സംഘടിക്കുന്നത് എന്നുള്ളതല്ലേ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ കിട്ടുന്ന പെൻഷൻ വാങ്ങിയിട്ട് വീട്ടിൽ ഇരുന്നാൽ പോരെ? നിങ്ങൾ എന്തിനാണ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന രീതിയിൽ സംഘടന ഉണ്ടാക്കിയിട്ട് എന്തിനാണ് നിങ്ങൾ സമ്മേളനത്തിന് പോകുന്നത്, എന്തിനാണ് സമരത്തിന് പോകുന്നത് എന്നെല്ലാമാണ് നമ്മളോട് ചോദ്യം. സംഘടിക്കുന്ന ഓരോ മനുഷ്യനോടും ഈ രാജ്യത്തെ മാധ്യമങ്ങളും ഈ രാജ്യത്തെ പിന്തിരിപ്പ ശക്തികളും ലോകത്താകെയും ഈ രാജ്യത്ത് ഉയർത്തുന്ന ചോദ്യം, എന്തിനാണ് നിങ്ങൾ സംഘടിക്കുന്നത്, എന്തിനാണ് സമരം ചെയ്യുന്നത്? ഇപ്പം എന്താ, നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ ലോകം മുഴുവൻ മനസ്സിലാക്കുന്നു, സംഘടിക്കുക എന്നതല്ലാതെ സമരം ചെയ്യുക എന്നതല്ലാതെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ മറ്റൊരു മാർഗം നമ്മുടെ മുന്നിലില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന വിദ്യാർത്ഥി സമരത്തിൻ്റെ, യുവാക്കളുടെ സമരത്തിൻ്റെ ഈ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ഈ രാജ്യത്തുടനീളം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ സമരം ചെയ്യണം. നമ്മുടെ പെൻഷൻ വർധനവ് വേണം, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ആനുകൂല്യങ്ങൾ വേണം. ഇതെല്ലാം വേണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടന എന്ന രീതിയിൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരം നടത്തുന്നതോടൊപ്പം ആ സമരത്തോടൊപ്പം തന്നെ പ്രധാനമാണ് ഈ രാജ്യം ഇന്ന് നിൽക്കുന്ന പോലെ നിലനിൽക്കുക എന്നുള്ളത്, ഇന്നുള്ള അവകാശങ്ങളോടുകൂടി ഈ രാജ്യത്തെ മനുഷ്യർ ജീവിക്കുക എന്നുള്ളത്, അത് നമ്മുടെ കൂടി ആവശ്യമാണ്. ജില്ലാ പ്രസിഡന്റ് KV കുഞ്ഞമ്പാടി അധ്യക്ഷത വഹിച്ചു. P കാര്യമ്പു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ M രാമൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം TK ദിവാകരൻ കണ്ണപുരം സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. P കമലാക്ഷൻ, ഗിരി കൃഷ്ണൻ, P ശിവപ്രസാദ്, A നാരായണൻ, BK മനോഹരൻ, KV ബാലരാജൻ, KN പ്രഭാകരൻ, P നാരായണൻ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ AR ധന്യവാദ് സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളായി KV കുഞ്ഞമ്പാടിയെ പ്രസിഡന്റായും P കാര്യമ്പുവിനെ സെക്രട്ടറിയായും M രാമനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരത്തിലെ ബാലഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. വിദ്യാർത്ഥികൾക്കായി പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കാസർഗോഡ് നഗരത്തിലെ ബാലഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. വിദ്യാർത്ഥികൾക്കായി പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഹരികൃഷ്ണൻ ക്ലാസിന് നേതൃത്വം നൽകി. പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം, ക്രമസമാധാന പാലനം, നിയമങ്ങൾ, ലോക്കപ്പ് സംവിധാനം എന്നിവയെക്കുറിച്ച് അദ്ദേഹം കുട്ടികൾക്ക് വിശദമായി വിവരിച്ചു നൽകി. തുടർന്ന് സബ് ഇൻസ്പെക്ടർ ശ്രീബുദ്ധൻ MTP പോലീസുകാരുടെ റൈഫിളുകൾ, റിവോൾവർ, വയർലെസ് സെറ്റുകൾ, മറ്റ് ആയുധങ്ങൾ എന്നിവ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയും ഇവ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും ചെയ്തു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു മയക്കുമരുന്നിന്റെ ദൂഷ്യഫലങ്ങൾ, മൊബൈൽ ഫോൺ ഉപയോഗത്തിന്റെ ദോഷങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ, വിദ്യാർത്ഥികൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ച് കുട്ടികളോട് സംസാരിച്ചു. ചടങ്ങിൽ സ്കൂൾ അക്കാദമിക് കൗൺസിൽ വൈസ് ചെയർമാനും കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹിയുമായ ഡോക്ടർ KN ഹരിപ്രസാദ് ആശംസകൾ നേർന്നു. വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ നയിച്ച IP ഹരികൃഷ്ണൻ, SI ശ്രീബുദ്ധൻ, ASI സുരേഷ് ബാബു എന്നിവരെ സ്കൂൾ മാനേജ്മെന്റിനു വേണ്ടി സ്മരണിക നൽകി ആദരിച്ചു. കൂടാതെ സ്കൂളിലെ കുട്ടികൾക്കായി ട്രാഫിക് സിഗ്നൽ അടയാളങ്ങൾ അടങ്ങിയ ബോർഡുകളും സമ്മാനമായി നൽകി. ഈ അവസരത്തിൽ ജനാധിപത്യ ജനമൈത്രി പോലീസ് കോർഡിനേറ്റർ ശ്രീജിത്ത്, സിവിൽ പോലീസ് ഓഫീസർ ഷിജു K, SI സ്റ്റീഫൻ വിൽസൺ, SI ബാലകൃഷ്ണൻ,
പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി സുജിത്, PTA പ്രസിഡന്റ് G. ബിജുകുമാർ, വൈസ് പ്രസിഡന്റ് സുഭാഷ് K എന്നിവരും പങ്കെടുത്തു. ജനമൈത്രി പോലീസിന്റെ വകയായി സന്ദർശനത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെല്ലാം ലഘുഭക്ഷണവും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാംഗ്ലൂർ ഹോമിയോപ്പതിക് ഫാർമസിയുടെ 5ാമത്തെ ശാഖ കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു. ഹോമിയോപ്പതി ഡോക്ടർമാരായ ഡോക്ടർ വിവേക് സുധാകരൻ, ഡോക്ടർ ശ്രീനിഷ് TK എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. എല്ലാത്തരം ഇന്ത്യൻ ഇറക്കുമതി ചെയ്ത ഹോമിയോപ്പതി മരുന്നുകളും ഇവിടെ ലഭ്യമാണെന്ന് സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ പറഞ്ഞു. മാംഗ്ലൂർ ഹോമിയോപ്പതിക് ഫാർമസിയുടെ 5ാമത്തെ ശാഖ കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു. ഹോമിയോപ്പതി ഡോക്ടർമാരായ ഡോക്ടർ വിവേക് സുധാകരൻ, ഡോക്ടർ ശ്രീനിഷ് TK എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. എല്ലാത്തരം ഇന്ത്യൻ ഇറക്കുമതി ചെയ്ത ഹോമിയോപ്പതി മരുന്നുകളും ഇവിടെ ലഭ്യമാണെന്ന് സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ പറഞ്ഞു. നമ്മൾ 30 വർഷമായി ഈ ഹോമിയോ ഫീൽഡില് ഉണ്ട്. മാംഗ്ലൂർ ഹോമിയോ ഫാർമസി പറഞ്ഞിട്ട് നമ്മൾ കാഞ്ഞങ്ങാട് ഓൾറെഡി ബ്രാഞ്ച് ഉണ്ട്. 9 കൊല്ലമായി. ഇപ്പൊ നമ്മൾ കാസർഗോഡ് പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ അപ്സര ഷോപ്പിംഗ് കോംപ്ലക്സ് KSRTC ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആണ് തുടങ്ങിയത്. ഇപ്പൊ ഹോമിയോന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ നമ്മളെ ബന്ധപ്പെട്ടാൽ മതി. എല്ലാ മെഡിസിൻസ് അവൈലബിൾ ആണ്. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാതയിലെ തലപ്പാടി ടോൾ ഗേറ്റിന് സമീപം റോഡരികിലെ അനധികൃത വാഹനങ്ങളുടെ പാർക്കിംഗ് ദുരന്തത്തിന് കളമൊരുക്കുന്നു. ടോൾ ഗേറ്റ് കടന്നുള്ള റോഡിന്റെ ഇടതുവശം പൂർണ്ണമായും കയ്യേറി ലോറികളും കണ്ടെയ്നറുകളും നിർത്തിയിട്ടിരിക്കുന്നത് യാത്രക്കാർക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ടോൾ ഗേറ്റിന് സമീപമുള്ള ഹോട്ടലുകളിലേക്ക് എത്തുന്നവരും കാസർഗോഡ് ഭാഗത്തേക്ക് മടങ്ങുന്നവരും ഈ വാഹനങ്ങൾ കാരണം വലിയ കാഴ്ചാ തടസ്സം നേരിടുന്നുണ്ട്. ടോൾ ഗേറ്റ് ഭാഗത്തുനിന്ന് അതിവേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ഈ വലിയ വാഹനങ്ങളുടെ മറവിൽ ഒളിഞ്ഞുകിടക്കുന്നതിനാൽ റോഡ് മുറിച്ചു കടക്കുന്നവരുടെയും വാഹനം തിരിക്കുന്നവരുടെയും ശ്രദ്ധയിൽപ്പെടാറില്ല. ഇതുമൂലം ഇവിടെ നിരവധി തവണ തലനാരിഴയ്ക്കാണ് വൻ അപകടങ്ങൾ ഒഴിവായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സാധാരണക്കാരായ ഇരുചക്രവാഹന യാത്രക്കാരുടെ ചെറിയ പിഴവുകൾക്ക് കർശന നടപടിയെടുക്കുന്ന പോലീസും ടോൾ ഗേറ്റിന്റെ പരിധിയിൽ നടക്കുന്ന ഈ നിയമലംഘനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് വലിയ സംശയങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. വൻ ദുരന്തങ്ങൾ നടക്കും മുൻപ് അധികാരികൾ ഇടപെട്ട് ഈ അനധികൃത പാർക്കിംഗ് തടയണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. ಮಂಜೇಶ್ವರ ಕಳೆದು ತಲಪಾಡಿ ಟೋಲ್ ಗೇಟ್ನ ಕಳೆದ ನಂತರ ನಮಗೆ ಉಡುಪಿ ರೆಸ್ಟೋರೆಂಟ್ ಎಂಬುದು ಹೋಟ್ಲು ಸಿಗ್ತದೆ. ಇದರ ಪಕ್ಕದಲ್ಲಿ ಹಲವು ವಾಹನಗಳು ಪಾರ್ಕಿಂಗ್ ಮಾಡ್ತಾ ಇದೆ. ಇದರಲ್ಲಿ ತುಂಬ ಅಪಘಾತಗಳು ಅದಕ್ಕೆ ಮುಂಚೆ ಆಗಿದೆ. ಆದರೂ ಈಗ ಪುನಃ ಮೊನ್ನೆಯಿಂದ 2-3 ಅಪಘಾತ ಆಗಿದೆ. ಈ ಹೋಟೆಲ್ನ ಪಕ್ಕದಲ್ಲಿ ದೊಡ್ಡ ದೊಡ್ಡ ಗಾಡಿಗಳು ನಿಂತು ಇಡೀ ಅರ್ಧ ರೋಡನ್ನು ನುಂಗಿದೆ. ಇದರ ಆಡಳಿತ ಮಂಡಳಿ ಸಹ ನೋಡ್ತಾ ಇದ್ದರೂ ಇದನ್ನು ಕಣ್ಣುಮುಚ್ಚಿ ನೋಡ್ತಾ ಇದೆ. ಇದರ ನಮ್ಮ ಉಡುಪಿ ರೆಸ್ಟೋರೆಂಟಿಗೆ ಹೋಗುವ ಕೆಲವು ವಾಹನಗಳು ಸಹ ಪಾರ್ಕಿಂಗ್ ಒಳಗೆ ಮಾಡಬೇಕಾಗ್ತದೆ. ಈ ಗಾಡಿಗಳನ್ನು ಆದಷ್ಟು ಬೇಗ ತೆರವು ಮಾಡಿ ಇಲ್ಲಿ ಬರುವಂಥ ನಾಗರಿಕರಿಗೆ ಮತ್ತು ಇಲ್ಲಿ ಹೋಗುವಂಥ ಬಸ್ಸುಗಳಿಗೂ ತೊಂದರೆ ಆಗುತ್ತದೆ. ರೋಡಲ್ಲಿ ಹೋಗೋರಿಗೆ ಇಲ್ಲಿ ಮತ್ತು ಸಣ್ಣ ಸಣ್ಣ ಗಾಡಿಗೆ ಬರುವಾಗ ಈ ಗಾಡಿಗಳು ನಿಂತು ಒಳಗೆ ಬರುವಂಥ ಗಾಡಿಗಳು ಅಲ್ಲಿಂದ ಬರುವಾಗ ನಮಗೆ ಕಾಣಲಿಕ್ಕೆ ಸಿಗೋದಿಲ್ಲ. ರಿಕ್ಷಾ ಆಗಲಿ ಬೈಕ್ ಆಗಲಿ ಇವರಿಗೆ ತೊಂದರೆ ಅನುಭವಿಸ್ತಾರೆ. ಸ್ವಲ್ಪ ಮುಂಚೆ ದೊಡ್ಡ ಸಣ್ಣ ಬ್ರಿಡ್ಜ್ ಇದೆ. ಆ ಬ್ರಿಡ್ಜಲ್ಲೂ ಸಹ ದೊಡ್ಡದಾದ ಆಕ್ಸಿಡೆಂಟ್ ಆಗುವಂತಹ ಸಂಭವ ಇದೆ. ಇದನ್ನು ತುಂಬ ಸಲ ನಾವು ಎಲ್ಲರಿಗೂ ತಿಳಿಸಿದ್ರೂ ಅದರ ಬಗ್ಗೆ ಚಿಂತನೆಯನ್ನು ಮಾಡಲಿಲ್ಲ. ಕೂಡಲೇ ಇದಕ್ಕೆ ಬೇಕಾಗಿ ಕ್ರಮವನ್ನು ಜರುಗಿಸಬೇಕೆಂದು ನಾನು ಈ ಮೂಲಕ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಕೇರಳ ಕರ್ನಾಟಕದ ಗಡಿ ಭಾಗಕ್ಕೆ ಪ್ರವೇಶ ಮಾಡುವಾಗ ಪ್ರಥಮವಾಗಿ ಸಿಗುವಂತಹ ನಮ್ಮ ತಲಪಾಡಿ ಟೋಲ್ ಗೇಟ್ನ ಬಳಿ 2 ಕಡೆಗಳಲ್ಲಿ ಘನ ವಾಹನಗಳನ್ನು ನಿಲ್ಲಿಸಿ ಇವತ್ತು ಮಂಗಳೂರು ಕಾಸರಗೋಡು ಕಡೆ ವಾಹನಗಳು ಬರುವಂಥ ಪರಿಸ್ಥಿತಿ ಇಲ್ಲ. ಅದೇ ರೀತಿ ಅತಿ ವೇಗವಾಗಿ ಬರುವಂಥ ವಾಹನಗಳು ಅದನ್ನು ಒಮ್ಮೆಲೆ ದಟ್ಟನೆ ಅವರು ರೋಡ್ ಕ್ರಾಸಿಂಗ್ ಮಾಡುವಂಥ ಸಂದರ್ಭದಲ್ಲಿ ನಿಯಂತ್ರಣ ಮಾಡುವುದಕ್ಕೂ ಕೂಡ ಕಷ್ಟ ಆಗ್ತಾ ಇದೆ. ಅದಲ್ಲದೆ ಹೋಟೆಲ್ಗಳಿಂದ ಹೊರಬರುವಂಥ ವಾಹನ ಕೂಡ ಯಾವುದೇ ವೀಕ್ಷಣೆ ಇಲ್ಲದೆ ಆ ಕಡೆ ಈ ಕಡೆ ನೋಡದೆ ದಿಕ್ಕನೆ ರಸ್ತೆಗೆ ಬರುವಂಥ ಪರಿಸ್ಥಿತಿ. ಘನ ವಾಹನಗಳ ಆ ಒಂದು ನಿಲುಗಡೆಯಿಂದ ಇವತ್ತು ಎಲ್ಲ ವಾಹನಗಳಿಗೆ ಓಡಾಟ ಮಾಡುವುದಕ್ಕೆ ಅಸಾಧ್ಯ. ಅದೇ ರೀತಿ ಅದನ್ನು ಕಣ್ಣಿದ್ದು ಕುರುಡರಂತೆ ಕಾಣುವಂಥ ಅಧಿಕಾರಿಗಳು ಕೂಡ ಯಾವುದೇ ಕಾನೂನು ಕ್ರಮ ಕೈಗೊಳ್ಳದೆ
ಅದನ್ನು ನೋಡದವರಂತೆ ವರ್ತಿಸ್ತಾ ಇದ್ದಾರೆ. ಇನ್ನು ಮುಂದೆ ಆ ಘನವಾಹನಗಳನ್ನು ತೆರವುಗೊಳಿಸಿ ಮುಂದೆ ವಾಹನಗಳಿಗೆ ಸುಗಮ ಸಂಚಾರಕ್ಕೆ ಅವಕಾಶ ಮಾಡಿಕೊಡಬೇಕು ಅಂತ ಹೇಳಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಡ್ತಾ ഇದ್ದೇವೆ. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ സൈന്യം പൂർണ്ണമായി തിരിച്ചുപിടിച്ച പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാർക്ക് ആദരമർപ്പിച്ച് സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റി കാസർഗോഡിന്റെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകമൊരുക്കിയ യുദ്ധസ്മാരകത്തിൽ സന്ദീപ് വാര്യർ MLA-യുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ഓപ്പറേഷൻ കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചത്. 2.5 പതിറ്റാണ്ട് മുമ്പ് കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്കുണ്ടായ വിജയതിളക്കത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റി കാസർഗോഡിന്റെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ദിവസ് ആചരണം നടത്തിയത്. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത 8 ജവാന്മാരെ ചടങ്ങിൽ ആദരിച്ചു. സുബേദാർ ശശിധരൻ, സുബേദാർ മേജർ അനിൽകുമാർ, സുബേദാർ മേജർ ബിജു P. നായർ, നായബ് സുബേദാർ വത്സരാജ്, ഹവിൽദാർ P. തമ്പാൻ നായർ, പെറ്റി ഓഫീസർ MKV രാജേഷ്, ഹവിൽദാർ VV സന്തോഷ്, സുബേദാർ മേജർ ചെറിയാൻ എന്നിവരെയാണ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ സന്ദീപ് വാര്യർ MLA ആദരിച്ചത്. 3 തവണ യുദ്ധമുഖത്ത് ഇന്ത്യൻ സൈന്യത്തിനൊപ്പം പോരാടിയ തന്റെ പിതാവിന്റെ ഓർമ്മ MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പങ്കുവച്ചു. ഇന്ത്യൻ ആർമിയോടും ഇന്ത്യൻ ആം ഫോഴ്സിനോട് കടപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് ആം ഫോഴ്സസ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിന്റെ ഭാഗമാണ്. ഞാൻ കഴിഞ്ഞ വർഷം ദ്രാസിൽ പോയിരുന്നു. അവിടുത്തെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ പോയി അവിടെ ആദരാഞ്ജലി അർപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. സമയത്ത് 99-ൽ കാർഗിൽ യുദ്ധം ഉണ്ടായ സമയത്ത് ഞാൻ നിങ്ങളെപ്പോലെ ഒരു കോളേജിൽ ചേർന്ന വിദ്യാർത്ഥിയാണ്. വളരെ ആശങ്കയോടും അതേസമയത്ത് അഭിമാനബോധത്തോടും കൂടിയിട്ടാണ് ഓരോ ദിവസത്തെയും വാർത്തകൾ നമ്മൾ കണ്ടത്. ഞാൻ കാർഗിൽ പോയപ്പോഴാണ് മനസ്സിലായത് എങ്ങനെ എത്ര ധീരമായിട്ടാണ് നമ്മുടെ സൈനികർ പോരാട്ടം. കാർഗിൽ ആദ്യം രക്തസാക്ഷിയാവുന്നത് ക്യാപ്റ്റൻ സൗരഭ് കാലിയാണ്. 22 വയസ്സായിരുന്നു പ്രായം. ക്യാപ്റ്റൻ സൗരഭ് കാലിയും അദ്ദേഹത്തിന്റെ പട്രോൾ ടീമും ഈ കാർഗിൽ മേഖലയിൽ പട്രോളിംഗ് പോയ സമയത്താണ് അവിടെ കയറി കൂടിയിരുന്ന പാകിസ്ഥാന്റെ സൈന്യം അവർ പിടികൂടി. 22 ദിവസത്തോളം ഇവരെ അവർ ക്യാപ്റ്റീവായിട്ട് സൂക്ഷിച്ചു. ജനീവ കൺവെൻഷൻ പറയുന്ന എല്ലാ യുദ്ധ നിയമങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് 22 ദിവസം ഇവരെ ഇന്ത്യയെ അറിയിക്കാൻ കടന്നുകാരാക്കി തിരിച്ചു വെച്ചു. ഈ ക്യാപ്റ്റൻ സൗരഭ് കാലിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ സൈനികർ ക്രൂരമായ പീഡനങ്ങൾ, മനസ്സാക്ഷിക്ക് നിരക്കാത്ത പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും നമ്മുടെ രാജ്യത്തിന്റെ ഒരു രഹസ്യവും വിട്ടുകൊടുക്കാൻ തയ്യാറായി വരുമാനമല്ല. സൗരഭ് കാലിയുടെ മൃതദേഹം നമുക്ക് തിരിച്ചു കിട്ടിക്കൊണ്ട് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ കണ്ണുകൾ ഉണ്ടായിരുന്നു. ആ കണ്ണുകൾ പാകിസ്ഥാന്റെ സൈന്യം ചൂണ്ടെടുത്ത് ജീവനോട് കൂടി ചൂണ്ടെടുത്ത്. 22 വയസ്സ് മാത്രമാണ് സൗരഭ് കാലിക്ക്. ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് രക്തസാക്ഷിയായത്. ചടങ്ങിൽ സോൾജിയേഴ്സ് ഓഫ് KL-14 പ്രസിഡന്റ് E. ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിജു P. നായർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി, സ്കൂൾ മുഖ്യാധ്യാപിക EK ബൈജ, PTA പ്രസിഡന്റ് UP ഷെരീഫ്, സോൾജിയേഴ്സ് ഓഫ് KL-14 അഡ്മിൻ ഷസീൻ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SPC, ജൂനിയർ റെഡ് ക്രോസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളും സോൾജിയേഴ്സ് ഓഫ് KL-14 അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. പായസ വിതരണവും നടന്നു. ഉറുമീസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 3.5 പതിറ്റാണ്ടിന് ശേഷം 1990 കേരള ആംഡ് പോലീസ് ബാച്ച് അംഗങ്ങളുടെ മെഗാ സംഗമമൊരുക്കി ആംഡ് പോലീസ് സംഘങ്ങളുടെ കൂട്ടായ്മ. ഭൂരിഭാഗവും പോലീസ് സേനയിലെ ലോക്കൽ SI റാങ്കിൽ വിരമിച്ചവരാണെങ്കിലും സംഗമം ഉദ്ഘാടകനായെത്തിയ ബാച്ച് അംഗം ഇടവക വികാരിയായി സേവനം ചെയ്യുന്ന വൈദികനാണെന്ന പ്രത്യേകതയുമുണ്ട്. കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് കേരള ആംഡ് പോലീസ് ബറ്റാലിയനിൽ 1990 ശേഷം 3 വർഷം ജോലി ചെയ്ത് കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ സായുധ സേനയിലേക്ക് മാറിയ 200-ൽ പരം പേരുടെ കൂട്ടായ്മയാണ് 36 വർഷത്തിനു ശേഷം ഒരുമിച്ച് ചേർത്തത്. ആരോഗ്യം, മൃഗസംരക്ഷണം, എക്സൈസ് തുടങ്ങി വ്യത്യസ്ത മേഖലകളിലുള്ളവരും ബാച്ചിലുണ്ട്. കല്ലിക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി വിരമിച്ച ഡോക്ടർ MK മധുസൂദനൻ കായിക മേഖലയിൽ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട്.
ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട ബാച്ച് അംഗങ്ങളായ നടുവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മൊയ്തീൻ, ബളാൽ ഗ്രാമപഞ്ചായത്ത് അംഗം CV ശ്രീധരൻ എന്നിവരെ സംഗമത്തിൽ അനുമോദിച്ചു. വലിയപറമ്പ് മാടക്കാൾ ട്രോപ്പിക്കൽ ബ്ലൂവിൽ നടന്ന മെഗാ സംഗമം നെല്ലിപ്പാറ ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ മുട്ടത്തുപാറ ഉദ്ഘാടനം ചെയ്തു. എത്തിക്കുവാൻ പഞ്ചായത്ത് മെമ്പറാണ് അവസാനത്തെ കണ്ണി. അപ്പോൾ തീർച്ചയായിട്ടും ജനപ്രതിനിധികളായ രണ്ടുപേർ ശ്രീധരനും അതുപോലെ മദീനും രണ്ടുപേർക്കും ഏറെ നന്മകൾ ദേശത്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ നിങ്ങളും ഞാൻ പറഞ്ഞത് ഈ ഒരായുസ് നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെലവിട്ടു. ആ കാലഘട്ടം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ആയുസ് കൊണ്ട് ഒരുപാട് നന്മകൾ ലോകത്തിൽ ചെയ്യാൻ പറ്റും. ഈ നിങ്ങളുടെ ജനഹൃദയങ്ങളിൽ നിങ്ങളുടെ നന്മകൾ നിലനിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ ചുമരിലെ ഫോട്ടോയുടെ നിറം മങ്ങുന്നതിന് മുമ്പ് തന്നെ മനസ്സുകളിൽ നിന്നും നമ്മുടെ നിറം മങ്ങിപ്പോകും. നമ്മുടെ നമ്മുടെ ചിത്രമേ ഇല്ലാതായി മാറും. മറിച്ച് നമ്മളൊരു നന്മ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട്, പ്രത്യേകിച്ച് മറ്റാരും ആശ്രയമില്ലാത്ത, വളരെ നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ക്ലേശിക്കുന്ന ജനതകൾക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്താൽ അത് അവരുടെ ഹൃദയങ്ങളിൽ എന്നും ഉണ്ടാവുകയും അത് തീർച്ചയായിട്ടും നിങ്ങളെ ആ ഒരു നന്ദിപൂർവ്വം സ്മരിക്കുകയും അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ആംഡ് റിസർവ് റിട്ടയേർഡ് SI KJ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ കൃഷ്ണകുമാർ അരവഞ്ചാൽ, ബാലൻ പിലിക്കോട്, PP മധുസൂദനൻ, ബാലചന്ദ്രൻ അരവത്ത്, രാമകൃഷ്ണൻ മട്ടന്നൂർ, ദിലീപ് ബാലക്കണ്ടി, സുരേഷൻ ഇരിനാവ്, ജെയിംസ് വയനാട്, രാജേഷ് പേരാവൂർ, S രമേശൻ, ബേബി ജോസ് എന്നിവർ സംസാരിച്ചു. ബാച്ചിലെ മൺമറഞ്ഞ 15 പേരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് മെഗാ സംഗമത്തിന് തുടക്കമിട്ടത്. ബാച്ച് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നാടൻ കലാ അക്കാദമി അവാർഡ് ജേതാവ് സുനിൽ കണ്ണൻ, ഗായകൻ മനീഷ് മാവിലാടം എന്നിവരുടെയും നേതൃത്വത്തിൽ നാടൻ പാട്ടും അരങ്ങേറി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. KV നാരായണൻ അഴിമതിയുടെ കറപുരളാതെ സഹകരണ മൂല്യങ്ങളും ധാർമ്മികതയും ഉയർത്തിപ്പിടിച്ച സഹകാരിയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സഹകരണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ റോബർട്ട് ഓവർ സ്പെഷ്യൽ ജൂറി അവാർഡിന് അർഹനായ KV നാരായണനെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർത്തമാന കാലഘട്ടത്തിൽ സഹകരണ മേഖലയിൽ മൂല്യച്യുതിയും അഴിമതിയും സംഭവിക്കുമ്പോൾ 50 വർഷക്കാലം ഹോസ്ദുർഗ പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ പ്രസിഡന്റായും മറ്റ് സഹകരണ സംഘങ്ങളിലെ അമരത്തും പ്രവർത്തിച്ച KV നാരായണൻ അഴിമതിയുടെ കറപുരളാതെ സഹകരണ മൂല്യങ്ങളും ധാർമ്മികതയും ഉയർത്തിപ്പിടിച്ച സഹകാരിയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. സഹകരണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ റോബർട്ട് ഓവൻ സ്പെഷ്യൽ ജൂറി അവാർഡിന് അർഹനായ KV നാരായണനെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ MP. നമ്മുടെ ഇടയിൽ പാരമ്പര്യം കൊണ്ടും പൈതൃകം കൊണ്ടും പ്രവർത്തന മികവ് കൊണ്ടും നിലപാടുകൾ കൊണ്ടും നമുക്കൊരിക്കലും വിസ്മരിക്കാനാകാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ ഉദ്ഘാടകനായി വരാൻ എനിക്ക് ഭാഗ്യമുണ്ടായത് ഒരു നിമിത്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു മനുഷ്യന് ഒരു ജന്മം മാത്രമേ ഉള്ളൂ. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന പറയുന്നത് ഒരു മനുഷ്യ ജന്മം കിട്ടണമെങ്കിൽ എത്രയോ ജന്മം കാത്തിരിക്കണം. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നോ പിറന്നോ സുഹൃതത്താൽ. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം മരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി. അത് വന്നിട്ട് വണ്ണം ലഭിച്ചു ഒരു മർത്യജന്മം. ഒരു മനുഷ്യജന്മം കിട്ടണമെങ്കിൽ എത്രയോ ജന്മം കാത്തിരിക്കണം. കാത്തിരുന്ന് കിട്ടിയാലോ 10 മാസം വയറ്റി കിടക്കണം. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നേ മതിയാവും. എന്നാലേ പൊക്കിൾ കുടിയുമായുള്ള ബന്ധം വേർപെടുത്തി ഭൂമിയിലേക്ക് ജാതനാകാൻ സാധിക്കും. 10 മാസം വയറ്റി കിടക്കണം. പിന്നെ 10 പന്തീരാണ്ട് ഉണ്ണിയായിട്ടും തീരണം. ഉണ്ണി എന്ന് പറയുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും വാത്സല്യ ഭാചനങ്ങൾ. കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി താഴത്ത് വെച്ചാൽ എറുമ്പരിക്കും, അല്ലെങ്കിൽ തലയിൽ വെച്ചാൽ പേനരിക്കും. അങ്ങനെ താലോലിച്ച് വളർത്തി അങ്ങനെ നമുക്കറിയാം അങ്ങനെ ഒരു ജന്മം കിട്ടുക. ചടങ്ങിൽ സഹകാരിയും ഉദുമ MLAയുമായ K നീലകണ്ഠൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഹോസ്ദുർഗ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PV സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സോമശേഖര ശേണി, K സുകുമാരി, KPCC സെക്രട്ടറി ഹക്കീം കുന്നിൽ, ഉമേശൻ ബേളൂർ, നഗരസഭാ കൌൺസിലർ അനിൽ വാഴ്ന്നൂരടി, V കമാരൻ,
KP സതീഷ് ചന്ദ്രൻ, S കണ്ണൻ, PV പുഷ്പജ, ബിന്ദുമോൾ, വർഗീസ്, സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. അവാർഡ് ജേതാവ് KV നാരായണൻ മറുമൊഴി ഭാഷണം നടത്തി. പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ ഞാൻ വേണ്ടതിലേക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ഒരു ഘട്ടത്തിൽ ഈ ഹോസ്റ്റൽ ഏരിയയിൽ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് സംഘടന ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ പ്രവർത്തനം തുടങ്ങുന്നതിനാണ് പിന്നീട് സംഘടന വരുന്നത്. ഹോസ്റ്റൽ ബാങ്ക് ഇന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും. ആ ബാങ്കിലേക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മെമ്പർഷിപ്പ് വരെ ആർക്കും അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാവായിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ബാലകൃഷ്ണ മേനോൻ, ഇന്ത്യയിൽ പണ്ഡിറ്റ്ജിയുടെ നേതൃത്വത്തിൽ പൗരസ്വാതന്ത്ര്യ സംഘടനയുടെ സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ KV മേനോൻ. അദ്ദേഹം മദ്രാസിലെ MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കത്ത് മദ്രാസിലെ രജിസ്ട്രാർ മുഖേന ഇവിടെ വന്നിട്ടാണ് അന്ന് എനിക്ക് മെമ്പർഷിപ്പ് തന്നിട്ടുള്ളത്. ബാങ്ക് വൈസ് പ്രസിഡന്റ് മാത്യൂസ് തെരുവപ്പുഴ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി KP അനിതകുമാരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ വിദ്യാർത്ഥി സമരത്തിൽ നുഴഞ്ഞുകയറിയ രാജ്യവിരുദ്ധ ശക്തികൾ നിരാശരായെന്നും രാജ്യമെമ്പാടും കലാപം അഴിച്ചുവിടാനുള്ള ശ്രമം പരാജയപ്പെട്ടെന്നും BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ വിദ്യാർത്ഥി സമരത്തിൽ നുഴഞ്ഞുകയറിയ രാജ്യവിരുദ്ധ ശക്തികൾ നിരാശരായെന്നും രാജ്യമെമ്പാടും കലാപം അഴിച്ചുവിടാനുള്ള ശ്രമം പരാജയപ്പെട്ടെന്നും BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ പറഞ്ഞു. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷത്തിന്റെയും നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചും നരേന്ദ്രമോദി സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീണ വിജയനെ ഇനി അടുത്ത ദിവസത്തിനുള്ളിൽ വീണ്ടും അറസ്റ്റ് ചെയ്യും. ആ സമയത്ത് ഇവിടെ കേരളത്തിൽ ഇരുന്ന് തന്നെ കളിച്ചാൽ മതി. നിങ്ങൾ അങ്ങ് ഡൽഹിയിൽ നിങ്ങൾ ആവശ്യമില്ല. മറ്റൊന്നും കൂടെ പറയാനുള്ളത്, ഈ സമരം ഇങ്ങനെ പറഞ്ഞല്ലോ, പ്രധാനമന്ത്രി വളരെ ഗൗരവത്തോടു കൂടിയാണ് കണ്ടത്, കേന്ദ്ര ഗവൺമെന്റ് അതിനെ ഗൗരവത്തോടു കൂടിയാണ് കണ്ടത്. പക്ഷെ ഈ സമരത്തിന്റെ ഇടയിൽ എല്ലാ മാലിന്യങ്ങളും കൂടെ ഡൽഹിയിൽ അടിഞ്ഞു ചേരുന്നത് നമ്മൾ കണ്ടു. നിരാശ മൂത്തിട്ടുള്ള ആളുകളാ. ആരൊക്കെ അവര്? പണി പോയ കുറച്ചു പേര് കാശ്മീരിൽ ഉണ്ടായിരുന്നു. കുറെ അർബൻ നക്സൽസ്. പേരെന്താന്ന് വെച്ചാൽ നക്സലിസം എന്താ അല്ലേ? നമ്മുടെ നാട്ടിലെ പുരോഗതിയിലായിരുന്നു പറയായിരുന്നു മുമ്പ്. പണക്കാരടുത്ത് നിന്ന് പണം മേടിച്ചിട്ട് പാവപ്പെട്ടവന് കൊടുക്കുന്ന സായുധ പോരാളികൾ അല്ലേ? അതിന്റെ പണി അമിത്ഷാ തീർത്തിട്ടുണ്ട്. അങ്ങനെ നിരാശ ബാധിച്ച കുറെ ആളുകളുണ്ട്. പിന്നെ രാജ്യത്തെമ്പാടും ബോംബ് സ്ഫോടനം നടത്തിയിട്ട് പാകിസ്ഥാനിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ പണം സമ്പാദിക്കുന്ന കുറെ ഭീകരന്മാരുണ്ടായിരുന്നു. ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഉണ്ടായിരുന്നു. ഇവരെക്കാട്ടൊക്കെ നിരാശ ബാധിച്ചത് ആർക്കാണ്? ഈ ഇന്ത്യ സഖ്യത്തിലുള്ള ആളുകൾക്കാ. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇവർ വിചാരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ V രവീന്ദ്രൻ, A വേലായുധൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PR സുനിൽ, N ബാബുരാജ്, മനുലാൽ മേലത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ HR സുകന്യ, M ബൽരാജ്, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ശിവകൃഷ്ണ ഭട്ട്, ഹരീഷ് നാരമ്പാടി, മണ്ഡലം പ്രസിഡന്റുമാരായ TV ഷിബിൻ, സാഗർ ചാത്തമത്ത്, പ്രശാന്ത് സൗത്ത്, പ്രദീപ് M, ദിലീപ് പള്ളഞ്ചി, ഗുരുപ്രസാദ് പ്രഭു, ഗോപാലകൃഷ്ണ M, വിക്രം പൈ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം 200-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന യോഗം നടന്നു. മോനാച്ച പ്രിയദർശിനി മന്ദിരത്തിൽ വെച്ചാണ് യോഗം നടത്തിയത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഉമേശൻ വേളൂർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം 200-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന യോഗം മോനാച്ച പ്രിയദർശിനി മന്ദിരത്തിൽ വെച്ച് നടന്നു. അനുമോദന യോഗം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മനോജ് ഉപ്പിലിക്കയുടെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഉമേശൻ വേളൂർ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ഇവിടെ ആദരിക്കുന്നു. ഒന്നാം ക്ലാസ് മുതൽ ഇങ്ങോട്ട് പഠിച്ച് തൻ്റെ സ്കൂൾ ജീവിതത്തിലെ ഒരു ക്ലൈമാക്സ് എത്തിയിട്ടുള്ള SLC +2 പരീക്ഷകളിൽ നല്ല മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടികളെ ഇവിടെ ഈ കോൺഗ്രസ് പാർട്ടി ആദരിക്കുകയാണ്. ഒപ്പം പൂരക്കളിയുടെ ചടുലതാളങ്ങളെ സ്വായത്തമാക്കി പൂരക്കളി എന്ന ആയോധന കലയെ ജനകീയമാക്കിയ
ആ പൂരക്കളി എന്ന് പറയുന്ന ജീവിതചര്യയിലേക്ക് മാറ്റി അതിനെ അത്രത്തോളം സംഭാവന നൽകിയിട്ടുള്ള ഫോക്ക് അക്കാദമി അവാർഡ് നൽകിയിട്ടുള്ള സുരേഷൻ അദ്ദേഹം ഇവിടെ ഉണ്ടല്ലേ? നമസ്കാരം. അദ്ദേഹം കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനും ഒരു പൂരക്കളി കലാകാരനാണ്, അതുകൊണ്ടാണ് കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ കാരണം ഏറ്റവും ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയോധന കളിയാണ് പൂരക്കളി. അതിന് പൂരക്കളി കളിക്കാൻ സാധാരണ സ്റ്റാമിന പോരാ, പാട്ട് പാടുകയും കളിക്കുകയും ഒരുപോലെ ചെയ്തുകൊണ്ട് ഏറ്റവും സ്റ്റാമിന ആവശ്യമായിട്ടുള്ള ഒരു കലാരൂപമാണ് പൂരക്കളി. വരുന്ന തലമുറ വൈവിധ്യമാർന്ന മേഖലകളിൽ അവരുടെ കഴിവുകൾ തെളിയിക്കാൻ ശ്രദ്ധയൂന്നി മുന്നോട്ടു പോകുവാൻ മനസ്സ് വെക്കണമെന്നും അതിനുവേണ്ട പ്രോത്സാഹനം നൽകാൻ സമൂഹം തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി ചന്ദ്രശേഖരൻ, വാർഡ് കൗൺസിലർ അനിൽ വാഴന്നൂരടി, മുൻ നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴന്നൂരടി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി സരോജ എന്നിവർ സംസാരിച്ചു. എം വി രാമകൃഷ്ണൻ, ജയൻ മോനാച്ച, സുബേഷ്, ബിജു കെ, സുരേഷ് കെ, രേവതി പി, രമേശൻ, ബാലാമണി എന്നിവർ നേതൃത്വം നൽകി. ജിജേഷ് ഉപ്പിലിക്കൈ സ്വാഗതവും സുധാകരൻ തരുമ്പയിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നാടകപ്രവർത്തകരുടെ കൂട്ടായ്മയായ നാടക് സംഘടനയുടെ കാസർഗോഡ് ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 12-13 തീയതികളിലായി കാഞ്ഞങ്ങാട് വെച്ച് നടക്കും. സമ്മേളനത്തിന്റെ വിജയത്തിനായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്നു. നഗരസഭാ ചെയർമാൻ വി വി രമേശൻ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നാടകപ്രവർത്തകരുടെ കൂട്ടായ്മയായ നാടക് സംഘടനയുടെ കാസർഗോഡ് ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 12-13 തീയതികളിലായി കാഞ്ഞങ്ങാട് വെച്ച് നടക്കും. സമ്മേളനത്തിന്റെ വിജയത്തിനായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിൽ വെച്ച് നടത്തി. നഗരസഭാ ചെയർമാൻ വി വി രമേശൻ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ശരിക്കുമായിട്ടുള്ള അസൂയ കാഞ്ഞങ്ങാട്ട് അങ്ങനെ ഒരു കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാഞ്ഞങ്ങാടിനെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കുക ജില്ലയുടെ. അതിൽ ചെറുപ്പകാലത്തെ തന്നെ കുട്ടികളെ നാടക കളരികളിലൂടെ, നാടക ശില്പശാലയിലൂടെ, നാടകോത്സവത്തിലൂടെ, കാരണം നാടകമാണ് സ്വാമി വിവേകാനന്ദൻ പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച ഈ നാടിനെ ഡോക്ടർ അമർത്യാസൻ ലോകത്തിന് മാതൃകയായ കേരള മോഡൽ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നാടകവും ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളും നടത്തിയ സംഭാവനകളാണ് ഏറെ. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം, ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനത്തിന് നാടകം നൽകിയ സംഭാവന വളരെ വലുതാണ്. അത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റിയാക്കിയാലും പാട്ടബാക്കിയായാലും നീ നല്ലൊരു മനുഷ്യനാവാൻ നോക്കുന്നതായാലും അങ്ങനെ ഒത്തിരി നാടകങ്ങൾ, ഇപ്പോഴത്തെ പുതിയ പഴയ കാലത്ത് നാടകങ്ങൾ ഇന്നും പല നാടകങ്ങളും നമ്മുടെ മനസ്സിൽ മായാതെ മാറാ കഥാപാത്രങ്ങൾ നിലനിൽക്കുന്നു. നാടക് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് വിജയൻ കാടകം അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ വി സജീവൻ, പപ്പൻ കുട്ടമത്ത്, രാജേന്ദ്രൻ കോളിക്കര, കെ പ്രസേനൻ, എ മാധവൻ മാസ്റ്റർ, എൻ അംബുരാജ് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായി വിദ്വാൻ പി കേളു നായർ ജന്മശതാബ്ദി സെമിനാർ, സ്ത്രീപക്ഷ നാടക സെമിനാർ, കുട്ടികളുടെ സ്ഥിരം തിയേറ്റർ രൂപീകരണം, നാടക ചമയങ്ങളെക്കുറിച്ചുള്ള സെമിനാർ തുടങ്ങിയ വിവിധ പരിപാടികൾക്കും രൂപം നൽകി. 12-ന് സാംസ്കാരിക സായാഹ്നവും വിവിധ പരിപാടികളും അരങ്ങേറും. 13-ന് പ്രതിനിധി സമ്മേളനവും അനുബന്ധ പരിപാടികളും നടക്കും. നാടക് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ വിജയത്തിനായുള്ള സംഘാടക സമിതി ചെയർമാനായി എം രാഘവനെയും ജനറൽ കൺവീനറായി റഫീഖ് മണിയങ്ങാനത്തെയും ഖജാൻജിയായി നന്ദൻ മാണിയാട്ടിനെയും തെരഞ്ഞെടുത്തു. നാടക് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി റഫീഖ് മണിയങ്ങാനം സ്വാഗതവും കെ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമരവിജയം ഏറെ ആശ്വാസം നൽകുന്നു. KCN ന്യൂസിനോട് മനസ്സ് തുറന്ന് നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ കേരളത്തിലെ രക്തസാക്ഷി ഐജ ആർ മഹേഷിന്റെ അമ്മ രാധിക. ഓപ്പറേഷൻ തൂഫാനിലൂടെ 7000 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി മാഫിയയുടെ വേരറുക്കുന്നതുവരെ ഓപ്പറേഷൻ തൂഫാൻ തുടരുമെന്നും മന്ത്രി. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ജാഗരൺ പരിപാടി നായന്മാർ മൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു.
സമഗ്ര അന്വേഷണം വേണം. EVM ഹാക്കിംഗ് തട്ടിപ്പാരോപണത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ട് പരാതി നൽകി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ വിദ്യാർത്ഥി സമരത്തിൽ നുഴഞ്ഞുകയറിയ രാജ്യവിരുദ്ധ ശക്തികൾ നിരാശരായെന്ന് BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ. രാജ്യമെമ്പാടും കലാപം അഴിച്ചുവിടാനുള്ള ശ്രമം പരാജയപ്പെട്ടെന്നും സജീവൻ. പൈവളികെ CDSന് മൈക്രോ ക്രെഡിറ്റ് വായ്പാ വിതരണം നടത്തി. പൈവളികെ ലാൽബാഗ് കുലാൽ മന്ദിരത്തിലായിരുന്നു പരിപാടി. PF പെൻഷൻ കലോചിതമായി പരിഷ്കരിക്കണം. PF പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ചെർക്കള സദ്ഭാവന ഹാളിൽ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.